ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ 2025 ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. നമ്മൾ സിലബസ് ഇൻ ഡെപ്തിലായിട്ട് നമ്മൾ ഈ ഒരു അനാലിസിസിൽ നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ നമ്മളിവിടെ ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ഇതിന്റെ യോഗ്യതകൾ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ എത്ര വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നം, അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അങ്ങനെ പൊതുവിൽ പരീക്ഷകൾ എഴുതി അല്ലെങ്കിൽ അത് പാസ് ചെയ്ത് പോകാറില്ല. നമ്മൾ കൂടുതലും PSC എക്സാമുകളെയാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോളിടെക്നിക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലാർജ് നമ്പറിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന രണ്ട് ബോഡികളാണ് ഈ SSC, അതുപോലെ തന്നെയാണ് RRB, അതുപോലെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ബോഡിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രീം എന്ന് പറയുന്നത് ഓരോ കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. എക്സാം ഗ്രൂപ്പുകൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നമ്മുടെ എക്സാം ഗ്രൂപ്പുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇതിൽ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, അവരെ നമ്മളൊരു CMA എന്ന് പറഞ്ഞൊരു എക്സാം ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ ടെക്നോളജി, പെട്രോളിയം പ്രൊഡക്ട്സിലോ പെയിൻസ് ആൻഡ് കൊറോഷൻ പ്രിവെൻഷനിലോ പോളിമറിലോ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ളതോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒരു കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഒരു എക്സാം ഗ്രൂപ്പിലേക്കാണ് അവർ പെടുത്തിയിരിക്കുന്നത്. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അതിൽ തന്നെ ആ ഒരു കാറ്റഗറിയിൽ എക്സാം എഴുതാവുന്നതാണ്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു എക്സാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആയാലും അവർക്കും ഇതിനകത്ത് ഈ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഗ്രൂപ്പിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഏരിയ. അതിനകത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് സ്ട്രീമും അതുപോലെ തന്നെ മറ്റ് സബ് സ്ട്രീമുകളും തമ്മിലുള്ള കോമ്പിനേഷനിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർക്ക് പറ്റും, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗുകാർക്ക് പറ്റും, കമ്പ്യൂട്ടർ സയൻസുകാർക്കും SSC എഴുതാം. അവർ പക്ഷേ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലാണ് അവർ ഉൾപ്പെടുക. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ അതുപോലെ തന്നെ കോമ്പിനേഷൻകാർക്കും അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീമാണ്. അതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് പറ്റും. സിവിലിൻ്റെ ഇപ്പം 3 വർഷത്തെ BSc സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അവർക്കും ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സിവിലിൻ്റെ തന്നെ ബേസിക് ആയിട്ടുള്ള സബ് സ്ട്രീമുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോമ്പിനേഷനുകാർക്കും ഇതിൽ അപ്ലൈ ആവുന്നതാണ്, അല്ലെങ്കിൽ യോഗ്യത ഉള്ളവരാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ വേക്കൻസി 2024 ഒരു വേക്കൻസിയുടെ കണക്കാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2025 ആകുമ്പോഴത്തേക്കും അതിൻ്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. അതിൽ വന്നിരുന്ന അത് ഓരോ RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ പല ബോർഡുകളായിട്ടുണ്ട്. നമുക്ക് പല ഏരിയകളായിട്ട് ഇന്ത്യയിൽ തന്നെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെ മൊത്തം ഉള്ള വേക്കൻസി എന്ന് പറയുന്നത് 7951 ആണ് 2024 ഉണ്ടായിരുന്നത്. ഈ 2025 വരുമ്പോഴും ഇതേ വേക്കൻസി അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള ഒരു വേക്കൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിൽ നമ്മുടെ SSC എക്സാമുകൾ പോലെ തന്നെ ഇതിനും 2 ലെവൽ എക്സാമുകളുണ്ട്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. ഇതിൽ SSCയിൽ നിന്ന് വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1 എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രീനിങ് മാത്രമായിരിക്കും. അവിടെ അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റാങ്കിൽ അത് കൗണ്ട് ചെയ്യപ്പെടത്തില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ക്രീനിങ് തന്നെ ക്വാളിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേക്കൻസിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ സ്ക്രീനിങ് ചെയ്യുന്നത്. അപ്പം കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫും കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ CBT 1ൻ്റെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പാസ്സായവരെ മാത്രമേ അത് പാസ്സാവണം എന്നുള്ളത് നിർബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സായെങ്കിൽ മാത്രമേ സെക്കൻഡ് റൗണ്ടിലെ മാർക്ക് നമുക്ക് അല്ലെങ്കിൽ അത് കൗണ്ട് ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റിലായിട്ട് നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. SSC നേരത്തെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു SSCയിൽ നമുക്കറിയാം അതിൻ്റെ ഒരു എന്താ പറയുക, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 30 വർഷം. CPWDന് മാത്രമാണ് 32 വർഷം ഉണ്ടായിരുന്നത്. പക്ഷേ
RRBയുടെ കേസിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഏജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏജാണ്. അതായത് 36 വയസ്സ് വരെ നമുക്ക് ഈ ഒരു RRBയിലിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം അത് മാത്രമല്ലാതെ ഏജ് റിലാക്സേഷൻ ഈ കാറ്റഗറി അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടെസ്റ്റുകളാണുള്ളത്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിൽ CBT 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമായിരിക്കും. അതിൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആണ് ഫസ്റ്റ് CBTയിൽ വരുന്നത്. ഓരോ സബ്ജക്റ്റുകളിൽ നിന്നും എത്ര മാർക്ക്, ഇപ്പം മാത്തമാറ്റിക്സിൽ നിന്ന് 30 മാർക്കിന് ചോദിക്കും. ജനറൽ ഇൻ്റലിജൻസ് 25 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ചാണ്. ജനറൽ സയൻസ് 30 ക്വസ്റ്റ്യൻ ചോദിക്കും. ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം ഇത് 100 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണം. 100 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം 1.5 മണിക്കൂറിൽ. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ്. 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. ഏതാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റോളം നമുക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നത് CBT 1-ൻ്റെ. ദെൻ CBT 2-ൽ ജനറൽ അവയർനെസ് ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി, അതായത് 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ബേസിക് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട്. അല്ലാതെയുള്ള ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ഓരോ സ്ട്രീമായിട്ട് എക്സാം ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സാം ഗ്രൂപ്പുകൾക്കനുസരിച്ച് നമ്മൾ എന്താണോ പഠിച്ചത് അതിനനുസരിച്ചുള്ള ഒരു സിലബസ് അത് RRBയുടെ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ആ സിലബസ് അനുസരിച്ചാണ് ഈ ടെക്നിക്കൽ എബിലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അത് 100 മാർക്കിനായിരിക്കും. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ടാണ്. നെഗറ്റീവ് മാർക്കിങ് 1/3 ആണുള്ളത്. ഓക്കെ, 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. 2 മണിക്കൂറിൻ്റെ എക്സാമിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് 150 ക്വസ്റ്റ്യനാണ്. അപ്പം 120 മിനിറ്റും 150 ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ സ്പീഡിൽ അത് നേരത്തെ ചെയ്തതിലും കുറച്ചുകൂടെ സ്പീഡിൽ അപ്പോൾ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ്. മാത്തമാറ്റിക്സിലെ നമ്പർ സിസ്റ്റംസ്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, കലണ്ടർ, ക്ലോക്ക്, ഏജ് കാൽക്കുലേഷൻ, LCM, HCF, പ്രോഫിറ്റ് ലോസ്, ഫ്രാക്ഷൻസ്, മെൻസുറേഷൻസ്, ഡെസിമൽ, ബോർഡ് മാസ്, ഇതെല്ലാം നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ കേസിൽ വരുന്നതാണ്. പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ അനലോഗീസ്, നമ്പർ സീരീസ്, കോഡിങ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഡിസിഷൻ മേക്കിങ്സ്, വെൻ ഡയഗ്രംസ്, ജംബ്ലിങ്സ്, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, അനലിറ്റിക്കൽ റീസണിങ്. ജനറൽ സയൻസിലേക്ക് വരുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ് വരും, ജോഗ്രഫി വരും, കൾച്ചർ, ഹിസ്റ്ററി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കോണമി, അതുപോലെ തന്നെ സ്പോർട്സ്, സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂസ് ഇൻ ദ വേൾഡ് ഓൾസോ, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇഷ്യൂസും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ജനറൽ അവയർനെസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ NCERT ടെക്സ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ജനറൽ അവയർനെസ്സും അതിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മളോട് CBT 1-ൽ നമ്മളോട് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ചോദിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രീനിങ്ങിൻ്റെ പോലും കട്ട് ഓഫ് ഹയർ ആണ്. അത് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ നോർത്ത് ഇന്ത്യൻ ഇതിൽ കൂടുതൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം കൂടെയാണ് RRB. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം അത്യാവശ്യം നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ക്രീനിങ്ങിൽ തന്നെ നമ്മളൊന്ന് മുമ്പിൽ വരണം എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സെക്കൻഡ് CBT അല്ലെങ്കിൽ CBT 2-ൽ നമുക്ക് പിന്നെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ CBT 2-ൻ്റെ പെർഫോമൻസ് അതിൻ്റെ മാർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് അല്ലെങ്കിൽ ആ CBT 2 നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. CBT 1-ൻ്റെ മാർക്ക് സ്ക്രീനിങ് ആയിരിക്കും. ഓക്കെ, ദെൻ CBT 2-ൽ ജനറൽ ഡീറ്റെയിൽ സിലബസ് എന്ന് പറയുന്നത് അതിൻ്റെ അത് ജനറൽ അവയർനെസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ്, ജോഗ്രഫി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ കണ്ട അതേ ജനറൽ സയൻസിൻ്റെ അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൻ്റെ അതേ സബ്ജക്റ്റുകൾ തന്നെ വരും. ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇത് ജനറൽ സയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിപ്പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ജനറൽ അവയർനെസ്സിൻ്റെ അതേ ടോപ്പിക് തന്നെയാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകൾ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ 10ാം ക്ലാസ് വരെയുള്ള CBSE സ്റ്റാൻഡേർഡ് സിലബസ് നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചുകൊണ്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി വരുന്നുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ്, ഇൻ്റർനെറ്റ്, വെബ്സൈറ്റ്, വെബ് ബ്രൗസേഴ്സ്, അതിനെപ്പറ്റിയെല്ലാം ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം.
പിന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതിനെ സംബന്ധിച്ച് എൻവയോൺമെൻറ്റ്, എയർ വാട്ടർ നോയിസ് പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം ഈ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്നുള്ള ഇതിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. ടെക്നിക്കൽ എബിലിറ്റീസിൽ നമ്മൾ ഏതാണോ നമ്മുടെ സ്ട്രീമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ സ്ട്രീമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അത് തന്നെയായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രീമായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ആ ഇതിനനുസരിച്ചുകൊണ്ടുള്ള നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള സിലബസ് നമുക്കുണ്ടാവും. അത് ഏകദേശം നമ്മുടെ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഏതാണ്ട് അതേ സിമിലർ ആയിട്ടുള്ള ഒരു സിലബസും അതേ ഒരു പാറ്റേണും തന്നെയായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞ് വരുന്ന വീഡിയോസിൽ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക്, മെക്കാർക്ക്, ഇലക്ട്രിക്കലുകാർക്ക്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ സ്ട്രീം വൈസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതാണ് നമുക്ക് മൊത്തത്തിൽ RRBയെ സംബന്ധിച്ചിട്ടുള്ള മൊത്തത്തിൽ നമ്മുടെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ RRB എക്സാം എന്ന് പറയുന്നത് ഒരുപാട് വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികളുള്ള ഒരു ഏരിയയാണ് RRB എക്സാം, RRB JEE എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ 2025 ഈ RRB എന്ന് പറഞ്ഞ ഒരു പരീക്ഷ എഴുതി അത് പാസ്സായി ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുക എന്നുള്ളത് എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും അതൊരു അവരുടെ ഒരു അജണ്ടയായിട്ട് തന്നെ അത് എടുക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കൊരു ഇച്ചിരി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, അത് ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ആ ഒരു പേ സ്കെയിലുള്ള ഒരു ജോലി നമുക്ക് കിട്ടുന്നത് ഈ ഒരു RRB അതിന് ഉള്ള ഒരു നമുക്ക് തരുന്ന ഒരു ജോലിയാണ് ഈ RRB JEE എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ എല്ലാ സപ്പോർട്ടും ഈ നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അതിൻ്റെ അകത്തുണ്ടാവും. നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ജനറൽ സബ്ജക്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ ആ ഒരു ഏരിയയിലാണെങ്കിൽ ആ ഒരു ഏരിയയിൽ പോലും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മുടെ ഒരു ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്സ് ആണെങ്കിലും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണെങ്കിലും ജനറൽ സയൻസ് ആണെങ്കിലും ജനറൽ അവയർനെസ്, ഫിസിക്സ് ബേസിക്സ്, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബേസിക് കാര്യങ്ങൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം അത് മാത്രമല്ല ടെക്നിക്കൽ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഈ സബ്ജക്റ്റും ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെയും ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഇത്തവണ ഇത് കിട്ടണം എന്നുള്ളൊരു നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഞങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞുതരാം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ റെഡിയാണ് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.